ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യുവാൻ മേരയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. യുവാൻ മേരെ സ്വന്തമാക്കാൻ 2 ISL ക്ലബ്ബുകളാണ് ഇപ്പോൾ രംഗത്തുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ തന്നെ ജംഷഡ്പൂർ FC. എന്തായാലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ യുവാൻ മേരെ സ്വന്തമാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുടെ താരമായിരുന്നു യുവാൻ മേര. എന്തായാലും പഞ്ചാബ് എഫ് സി അതിനൊരു കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അദ്ദേഹം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പഞ്ചാബിന് വേണ്ടി ലീഗിൽ വേറെ ലെവലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നപ്പോൾ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗരവ് ബോറയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ സെൻറ്റർ ബാക്കാണ്, ക്യാപ്റ്റനാണ്, എല്ലാമാണ്. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ മുഹമ്മദ് അൻസസി സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സൈനിങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ആദ്യത്തെ സീസണിൽ തന്നെ നല്ലൊരു സെൻറ്റർ ബാക്കിനെ കിട്ടും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരവും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ഒക്കെയായ ലൂക്കാസ് ബ്രാംവില്ല ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരാനുള്ള ചാൻസുകളുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 29 വയസ്സാണ്. സൈപ്രസ് ഫസ്റ്റ് ലീഗ് കളിക്കുന്ന താരമാണ്, ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന താരമാണ്, മികച്ചൊരു താരമാണ്, മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. സോ വന്നു കഴിഞ്ഞാൽ അത് ചെന്നൈയിൻ എഫ് സിക്ക് എന്തുകൊണ്ടും നല്ല കാര്യമായിരിക്കും. അവരുടെ ഫാൻസ് തന്നെ പറയുന്നുണ്ട് ക്രിവിലാറോ പഴയ പോലെയല്ല, അതിന് കുറച്ച് ഏജ്ഡായി, അത് ഇതിൻ്റെ പെർഫോമൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്രിവിലാറയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അദ്ദേഹം വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രിവിലാറയ്ക്ക് ഒരു സപ്പോർട്ടറായിട്ട് വരാൻ ചാൻസ് കൂടുതലുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം ബ്രാംബിയിൽ വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. വന്നാൽ അവർക്ക് നല്ലതാണ്. എന്തായാലും ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടും ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടും കുറേ ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ വാർത്തകളൊക്കെ ഇങ്ങനെയാണ് കേൾക്കുന്നത്, അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നു എന്ന്.